എപ്പിസോഡിൻ്റെ ഓപ്പണിംഗ് സീനിൽ ബിഗ് മോമിൻ്റെ ആ വലിയ മാൻഷനിൽ ആരൊക്കെ എവിടെയൊക്കെയാണെന്ന് കാണിക്കും. ഏറ്റവും മുകളിലത്തെ ഫ്ലോറിൽ സാക്ഷാൽ ബിഗ് മോം, അതിൻ്റെ താഴെ സാഞ്ചി, അതിൻ്റെ താഴെ ബ്രൂക്ക്, അതിൻ്റെ താഴെ പെട്രോ, അതിൻ്റെ തൊട്ടു താഴെ മിറർ വേൾഡിൽ ക്യാരറ്റും ചോപ്പറും, ഏറ്റവും താഴെ അണ്ടർഗ്രൗണ്ടിൽ നമ്മുടെ നാമിയും ലൂഫിയും. അവരാണെങ്കിൽ ആ ബുക്കിൽ പെട്ട് കിടക്കുകയാണ്. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് പൊട്ടിങ്ങനെ കാണിക്കും. അവളാണെങ്കിൽ ലൂഫിയോടും നാമിയോടും പറയും, സാഞ്ചിക്ക് എന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന് പറഞ്ഞു, അവൻ എന്നെ വിവാഹം കഴിക്കാൻ തയ്യാറാണ്. പക്ഷെ നിങ്ങൾ പേടിക്കണ്ട, എനിക്കറിയാം എന്നെ സാഞ്ചി വിവാഹം കഴിച്ചാൽ ഉണ്ടാവാൻ പോകുന്ന ആ വലിയ പ്രശ്നത്തെക്കുറിച്ച്. സോ ഞാൻ ഒരിക്കലും സാഞ്ചിയെ അതിന് അനുവദിക്കില്ല. അവനെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് അവനെ ഉറപ്പായാലും നിങ്ങളുടെ കൂടെ തന്നെ ഞാൻ അയക്കും. അത് കേട്ട് നാമിയും ലൂഫിയും അവർ രണ്ടുപേരും വീണ്ടും കൺഫ്യൂഷനിലാവുകയാണ്. പുട്ടിങ്ങി ചിന്തിച്ചു വെച്ചിരിക്കുന്നത് സാഞ്ചി പുട്ടിങ്ങിനെ കല്യാണം കഴിച്ചാൽ അത് വലിയ പ്രശ്നമാവുമെന്നാണ്. എല്ലാത്തിൻ്റെയും കാരണക്കാരി അവളാണെന്നാണ് അവളുടെ ധാരണ. പുട്ടിങ്ങാണെങ്കിൽ എന്തോ ഒരു സീക്രട്ട് ലൂഫിയുടെ ചെവിയിൽ പറയാണ്. അത് കേട്ട് ലൂഫി അവനാകെ ഞെട്ടിത്തരിച്ച് അവളെ വിളിക്കും. പുട്ടിങ്ങാണെങ്കിൽ അവരോട് ടാറ്റാ ബൈ ബൈ ഒക്കെ പറഞ്ഞ് അവിടുന്ന് കടന്നു പോകും. മറ്റൊരു ഭാഗത്ത് സാഞ്ചിയുടെ ബ്രദേഴ്സ് അവരാണെങ്കിൽ ഭയങ്കര ഹാപ്പിയാണ്. കാരണം സാഞ്ചിയുടെ വിവാഹം കഴിഞ്ഞ് സാഞ്ചിയും അവന്റെ വൈഫ് പുട്ടിങ്ങും അവർ രണ്ടുപേരും വിൻസ്മോക്ക് ഫാമിലിയിലായിരിക്കും പിന്നീട് ജീവിക്കുക. അവരുടെ സന്തോഷം അത് മറ്റൊന്നും കൊണ്ടല്ല, സാഞ്ചിയെ ഇനി എപ്പോഴും അവരുടെ കയ്യിൽ കിട്ടും. അവർക്ക് എപ്പോഴൊക്കെ സാഞ്ചിയെ തല്ലാൻ തോന്നുന്നോ അപ്പോഴൊക്കെ പോയിട്ട് സാഞ്ചിയെ തല്ലാൻ കഴിയും. അതാണ് അവരുടെ മനസ്സിലെ സന്തോഷം. അത് മാത്രമല്ല, പുട്ടിങ്ങിനെ ഹോസ്റ്റേജ് ആക്കി വെച്ച് ബിഗ് മോമിന്റെ കയ്യിൽ നിന്ന് പല കാര്യങ്ങളും നേടിയെടുക്കാനാണ് അവരുടെ പ്ലാൻ. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് സാഞ്ചിയെ കാണിക്കും. അവനാണെങ്കിൽ പുട്ടിങ്ങിന് കൊടുക്കാനുള്ള ഫ്ലവേഴ്സ് ഒക്കെ കളക്ട് ചെയ്ത് തിരികെ റൂമിലേക്ക് എത്തും. അപ്പോഴായിരിക്കും അവന്റെ അസിസ്റ്റൻസ് അവൻ പറഞ്ഞ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് റൂമിലേക്ക് വരിക. അസിസ്റ്റന്റ് ആണെങ്കിൽ ഒരുപാട് പേടിയോടും ടെൻഷനൊക്കെ ആയിട്ടും സാഞ്ചിയോട് പറയും, നിങ്ങളുടെ ടീംമേറ്റ് ആ ലൂഫിയും നാമിയും അവർ രണ്ടുപേരും ബിഗ് മോമിന്റെ കയ്യിൽ ചെന്ന് പെട്ടു. അവരെ രണ്ടുപേരെയും അണ്ടർഗ്രൗണ്ടിൽ ആ ലൈബ്രറിയിൽ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സാഞ്ചിക്ക് ആദ്യം അത് കേൾക്കുമ്പോൾ ഒരുപാട് ടെൻഷൻ തോന്നും. പക്ഷേ ഓൾറെഡി അവൻ ബിഗ് മോമുമായിട്ട് ഒരു ഡീല് വെച്ചതാണ്. സോ മാരേജ് ഭംഗിയായിട്ട് കഴിഞ്ഞ അവരെ രണ്ടുപേരെ അടക്കം എല്ലാവരെയും സേഫ് ആയിട്ട് അവിടുന്ന് പറഞ്ഞു വിടും. ഒരു പ്രതീക്ഷ അവന്റെ ഉള്ളിന്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ പ്രത്യേകിച്ച് ഭാവവ്യത്യാസമൊന്നും ഇല്ലാതെ അങ്ങനെ നിൽക്കും. അതിനുശേഷം സാഞ്ചിയാണെങ്കിൽ അവൻ വാങ്ങിക്കൊണ്ട് വന്ന സാധനങ്ങൾ അതൊന്നൊന്നായിട്ട് കളക്ട് ചെയ്ത് പുട്ടിങ്ങിന് വേണ്ടി കാര്യമായിട്ട് എന്തൊക്കെയോ ഉണ്ടാക്കാൻ തുടങ്ങും. കട്ട് ചെയ്ത ആ മിറർ വേൾഡിലെ വീട് കാണിക്കും. അവിടെ ക്യാരറ്റ് ആണെങ്കിൽ ബുദ്ധിപരമായി ആ തിളച്ച വെള്ളം ബീസ്റ്റ് ലേഡിയുടെ ബോഡിയിലേക്ക് ഒഴിച്ചു വിട്ടു. അവള് വേദനയിൽ നിലവിളിച്ച് കാറും. ആ മിറർ വേൾഡ് തന്നെ അവളുടെ നിലവിളിയിൽ കിടുങ്ങി വിറയ്ക്കും. ബാക്കിയുള്ള വില്ലന്മാരാണെങ്കിൽ ക്യാരറ്റിനെ അറ്റാക്ക് ചെയ്യാൻ അവളുടെ അടുത്തേക്ക് ഓടിയെത്തും. അത് കണ്ട ക്യാരറ്റ് അവളുടെ ഇലക്ട്രിക് പവർ അത് തറയിൽ വീണ് കിടക്കുന്ന ആ വെള്ളത്തിലേക്ക് സപ്ലൈ ചെയ്യാണ്. അതിൽ ചവിട്ടിയ ആ വില്ലന്മാരെല്ലാവരും ഷോക്കടിച്ച് കത്തിക്കരിഞ്ഞ് അങ്ങനെ ഫ്രീസ് ആയിട്ട് നിൽക്കും. മറ്റൊരു ഭാഗത്ത് മുതലയാണെങ്കിൽ ഇപ്പോഴും ഭക്ഷണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. നിനക്ക് എന്നെ തന്നെ പൊഴുങ്ങി തിന്നാണല്ലേ ചോദിച്ച് അവളാണെങ്കിൽ ആ മുതലെ അറ്റാക്ക് ചെയ്യാൻ അതിന്റെ അടുത്തേക്ക് പാഞ്ഞടുക്കും. മറ്റൊരു ഭാഗത്ത് ചോപ്പർ ആണെങ്കിൽ അവന്റെ സ്ക്വാഡ് വെച്ച് കുറെ വില്ലന്മാരെ വെട്ടി വീശും. അത് കണ്ട ട്രെയിൻ വില്ലൻ അവൻ അവിടെ നിന്നാൽ അപകടമാണെന്ന് മനസ്സിലാക്കി അവന്റെ അമ്മയുടെ അടുത്തേക്ക് ഉഷാറായിട്ട് ചാടി ഓടും. അവന്റെ സ്പീഡിന് അവനെ പിടിക്കാൻ ആരെക്കൊണ്ടും കഴിയില്ല എന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴായിരിക്കും നമ്മുടെ ക്യാരറ്റ് അവന്റെ തൊട്ട് പിന്നിൽ വരിക. ക്യാരറ്റ് ആണെങ്കിൽ അവന്റെ കണ്ണ് പൊത്തിപ്പിടിക്കും. ചുറ്റുമുള്ളതൊന്നും കാണാൻ കഴിയാതെ അടുത്തുള്ള ഒരു ചുമരിൽ പോയി ഇടിച്ച് അവന്റെ കാറ്റ് പോകും. ഇവിടെ ആ ബീസ്റ്റ് ലേഡി ആണെങ്കിൽ ആദ്യം ചൂടുവെള്ളത്തിൽ വീണ് മൊത്തത്തിൽ വെന്ത് കരിഞ്ഞു. അതിനുശേഷം ഇപ്പൊ ഷോക്കും ബോഡിയിലൂടെ മൊത്തത്തിൽ കടന്നുപോയി ആകെ നശിച്ചിരിക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് ക്യാരറ്റ് ആയിരുന്ന ആ തവള അത് നോർമലായി. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ബ്രൂക്ക് അവന്റെ ഗിത്താറിൽ നിന്ന് വരുന്ന പവർ അതുപയോഗിച്ച് ആ വില്ലന്മാരുടെ സോളെല്ലാം അബ്സോർബ് ചെയ്തെടുക്കും. ഇനി അവശേഷിക്കുന്നത് ചുരുക്കം ചില വില്ലന്മാർ മാത്രമാണ്. അവരെ അവൻ ഈസി ആയിട്ട് സ്ക്വാഡ് വെച്ച് അറ്റാക്ക് ചെയ്ത് തകർത്തില്ലാതാക്കും. ബ്രൂക്ക് ആണെങ്കിൽ അവിടെ മുഴുവൻ മിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് ആ പോണോഗ്ലിഫ് ഇരിക്കുന്ന റൂമിന്റെ കീ അത് സ്വന്തമാക്കും. അപ്പോൾ ഒരു മൊട്ടത്തലയൻ അവൻ ബ്രൂക്കിനെ ലക്ഷ്യമാക്കി ഓടി വരികയാണ്. അവൻ ക്ലോസ് എത്തേണ്ട താമസം ബ്രൂക്ക് സ്ക്വാഡ് വെച്ച് ആഞ്ഞു വെട്ടി താഴെയിടും. ചുറ്റും നോക്കും, ഇനി ആരും ബാക്കിയില്ല. ആ ഡോറിന് പുറത്ത് സെക്യൂരിറ്റീസ് ആണെങ്കിൽ വമ്പൻ ഒച്ചത്തില് അങ്ങനെ ഡോറിൽ ആഞ്ഞെട്ടിക്കുകയാണ്. ഒട്ടും സമയമില്ല, എത്രയും വേഗം മോണോഗ്ലിഫിന്റെ ഒരു കോപ്പി എടുക്കണമെന്ന് പറഞ്ഞ് അവൻ കീയുമായിട്ട് ആ റൂമിലേക്ക് ഓടും. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത് സാക്ഷാൽ ബിഗ് മോമിനെ കാണിക്കും. അവളാണെങ്കിൽ എവിടേക്കോ ലക്ഷ്യമാക്കി നടന്നു പോവാണ്. ബിഗ് മോം ആണെങ്കിൽ ഫുൾ കലിപ്പില് നടന്നു വന്നുകൊണ്ടേയിരിക്കുകയാണ്.
ഇവിടെ ആ പെണ്ണ് അവൾ ഡോറിൽ ഒരുപാട് വട്ടം ആഞ്ഞടിക്കും. പക്ഷെ ബ്രൂക്ക് ആണെങ്കിൽ ആ ഡോർ തുറക്കില്ല. അവൻ അങ്ങനെ സ്ട്രെയിറ്റ് പോയി ആ റെഡ് പോണോഗ്ലിഫ് അതുള്ള ആ ഒരു ഡോറ് അത് ഓപ്പൺ ചെയ്ത് അകത്തേക്ക് പോവും. ഇവിടെ വില്ലത്തിക്കും വില്ലന്മാർക്കും ഒക്കെ മനസ്സിലാവും ബ്രൂക്ക് അതിനകത്തുണ്ടായിരുന്ന സോൾജിയേഴ്സിനെ എല്ലാവരെയും കൊന്നു തള്ളിയെന്ന്. അവൻ പുറത്തേക്ക് പോകുന്ന ആ കറക്റ്റ് സമയത്ത് അവനെ പിടിക്കണമെന്ന് പറഞ്ഞ് അവരങ്ങനെ ചാടി ചാടി നിൽക്കും. ഇവിടെ ബ്രൂക്ക് ആണെങ്കിൽ ആ ഒരു റൂം അത് ഓപ്പൺ ചെയ്ത് അകത്തേക്ക് പോവാണ്. അവന്റെ ലക്ഷ്യം ആ പോണോഗ്ലിഫിന്റെ ഒരു ഫോട്ടോ എടുക്കുക, എന്നിട്ട് എത്രയും വേഗം സുരക്ഷിതമായിട്ട് പുറത്തേക്ക് വരിക. അവനങ്ങനെ പ്ലാൻ ചെയ്ത് അകത്തേക്ക് കയറുന്ന അതേ സമയം പുറത്ത് സാക്ഷാൽ ബിഗ് മോം അവര് അവിടേക്ക് എത്തിക്കഴിഞ്ഞു. ബിഗ് മോമിനെ കാണുമ്പോൾ തന്നെ അവിടെ ഉണ്ടായിരുന്ന സോൾജിയേഴ്സ് എല്ലാവരും പേടിച്ച് വിറയ്ക്കും. ബിഗ് മോം ആണെങ്കിൽ മറ്റൊന്നും നോക്കാതെ ആ ഡോറ് അത് അവളുടെ പവർ ഉപയോഗിച്ച് സെക്കൻഡുകൾ കൊണ്ട് അങ്ങനെ ഓപ്പൺ ചെയ്ത് അകത്തേക്ക് കയറുകയാണ്. അകത്തേക്ക് വന്ന ബിഗ് മോം ആണെങ്കിൽ ട്രഷർ റൂമിൽ ഇരിക്കുന്ന നമ്മുടെ ബ്രൂക്കിനെ കാണുകയാണ്. അവൾ ഫുൾ കലിപ്പില് ബ്രൂക്കിന്റെ അടുത്തേക്ക് വരും. സത്യം പറയ്, നീ ആരാ? എന്തിനു വേണ്ടി നീ ട്രഷർ റൂമിൽ കടന്നുകൂടി? നിന്റെ ലക്ഷ്യം അതാ ടമഗോ ബോക്സ് അല്ലേ? ബ്രൂക്കിനാണെങ്കിൽ എന്താ പറയണ്ടെന്ന് അറിയില്ല. അവൻ പേടിച്ച് വിറച്ച് ഒരു മൂലയ്ക്ക് നിൽക്കുകയാണ്. ബിഗ് മോമിന്റെ ചോദ്യവും ആ പവറും ഒക്കെ കാണുമ്പോൾ തന്നെ ബ്രൂക്കിന് മനസ്സിലാവും ഇതാണ് സാക്ഷാൽ ബിഗ് മോം എന്ന്. ബ്രൂക്ക് ആണെങ്കിൽ ആദ്യമായിട്ടാണ് ബിഗ് മോമിനെ കാണുന്നത്. ഇത്ര അടുത്ത് അവൾ വന്നിരിക്കുകയാണ്. ഇത്രയും പവറുള്ള എംപററിൽ ഒരാളെ എന്നെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയോ? തീർച്ചയായിട്ടും ഇവളെന്നെ കൊല്ലൂന്ന് പറഞ്ഞ് ബ്രൂക്ക് പേടിച്ചു നിൽക്കും. ഇവിടെ ബിഗ് മോം ആണെങ്കിൽ ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡ് ആയിട്ട് ബ്രൂക്കിനെ തന്നെ നോക്കുകയാണ്. ഇങ്ങനെ ഒരു ക്രിയേച്ചറിനെ അവൾ ഇതുവരെ കണ്ടിട്ടില്ല. ഇത് ശരിക്കും ഒരു ഹ്യൂമൻ തന്നെയാണോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണോ എന്ന് ചോദിച്ച് അവൾ അടുത്തേക്ക് വരികയാണ്. അപ്പൊ അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് റേച്ചുവിനെ കാണിക്കും. അവളാണെങ്കിൽ നൈസായിട്ട് ആരുടെ ശ്രദ്ധയിൽപ്പെടാതെ എവിടേക്കോ എന്തിനെയോ ലക്ഷ്യമാക്കി പതിയെ പതിയെ മൂവ് ചെയ്യാണ്. അടുത്ത നിമിഷം ഒരു ഗണ്ണ് അവളുടെ തലയ്ക്ക് പുറകിൽ വരും. അവൾ ആ ഗണ്ണ് കണ്ട് പേടിച്ച് പുറകിലേക്ക് നോക്കും. അവൾക്കറിയാവുന്ന ആരോ ഒരാള് യു ആർ അൺബിലീവബിൾ, ഇത് നീയായിരുന്നോ എന്നവൾ ചോദിക്കുമ്പോഴേക്കും ഷൂട്ട് ചെയ്യുകയാണ്. ചോര തുളുമ്പി അവൾ അങ്ങനെ താഴേക്ക് വീഴുകയാണ്. അവിടെ സീൻ കട്ട് ചെയ്ത് പെട്രോയെ കാണിക്കും. പെട്രോയെ ആണെങ്കിൽ ഒരുപാട് സോൾജിയേഴ്സ് ചേർന്ന് ഷൂട്ട് ചെയ്ത് ആ കോർട്ട്യാർഡിലേക്ക് കൊണ്ടുപോവാണ്. ടമഗോ പെട്രോയെ അവിടെ എത്തിക്കാനാണ് അവരോട് കൽപ്പിച്ചത്. എത്രയൊക്കെ ശ്രമിച്ചിട്ടും ടമഗോയ്ക്ക് അവരെ ഡൈവേർട്ട് ചെയ്യാനോ അവിടുന്ന് രക്ഷപ്പെടാനോ സാധിക്കില്ല. പെട്രോ ആണെങ്കിൽ അവന്റെ പവർ ഉപയോഗിച്ച് അവരെ തിരികെ പുഷ് ചെയ്യാൻ ശ്രമിക്കും. പക്ഷേ അവരുടെ പവറിൽ അടിയറവ് പറഞ്ഞ പെട്രോ ആണെങ്കിൽ ആ കോർട്ട്യാർഡിലേക്ക് വരികയാണ്. അവിടെ ആ ടമഗോ പെട്രോയ്ക്ക് വേണ്ടി കാത്തു നിൽക്കും. ടമഗോ ആണെങ്കിൽ പെട്രോയെ വെൽക്കം ചെയ്യാണ്. വെൽക്കം മിസ്റ്റർ പെട്രോ, വർഷങ്ങൾക്ക് ശേഷം വീണ്ടും നമ്മൾ കണ്ടുമുട്ടിയിരിക്കുകയാണ്. അന്ന് നമ്മൾ ഫൈറ്റ് ചെയ്തപ്പോൾ എൻ്റെ കണ്ണിനും നിന്റെ കണ്ണിനും ഡാമേജ് പറ്റി. ഇപ്പൊ നമുക്ക് എവിടെയൊക്കെയാണ് ഡാമേജ് പറ്റാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഈ ഒരു ഫൈറ്റ് അതൊരു സാധാരണ ഫൈറ്റ് ആയിരിക്കില്ല, നല്ലൊരു ഫൈറ്റ് തന്നെയായിരിക്കും. അടുത്ത നിമിഷം അവർ രണ്ടുപേരും ക്യാപ്പ് അഴിച്ചു മാറ്റും. രണ്ടുപേരുടെ ഓരോ കണ്ണ് തകർന്നിരിക്കുകയാണ്. കട്ട് ചെയ്താ ഇവിടെ റയിച്ചു. അവളാണെങ്കിൽ ചോര തുളുമ്പി ഒരുപാട് വേദനയിൽ എവിടേക്കോ നടക്കും. അവളുടെ കാലിലാണ് ആ ഒരു ബുള്ളറ്റ് അത് കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൾക്ക് നടക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ലൂഫിയെ കാണിക്കും. അവനാണെങ്കിൽ ആ കമ്പിയിൽ അവന്റെ തല വെച്ച് ആഞ്ഞെട്ടിക്കും. നാമി അവനെ തടയാൻ ശ്രമിക്കും. പക്ഷെ അപ്പോഴും വിട്ടുകൊടുക്കാതെ അവന്റെ കൈയൊക്കെ അവന്റെ ബോഡിയിൽ തന്നെ ചുരുട്ടി പിടിച്ച് ഒരുപാട് ഫോഴ്സ് കൊടുത്ത് ആഞ്ഞിടിച്ചും കടിച്ചും ഒക്കെ അത് തകർക്കാൻ ശ്രമിക്കും. ഞാൻ സാഞ്ചിക്ക് വാക്ക് കൊടുത്തതാണ്, എന്നെ കൊണ്ട് ഇവിടെ ഇങ്ങനെ പെട്ടുകിടക്കാൻ പറ്റില്ല, എനിക്ക് എത്രയും വേഗം സാഞ്ചിയുടെ അടുത്ത് എത്തണം, അവനെ ഇവിടുന്ന് കൊണ്ടുപോകണം. നാമിയാണെങ്കിൽ നിസ്സഹായായി അവനെ അങ്ങനെ നോക്കി നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.